മരിയൻ പ്രതിഷ്ഠാ ധ്യാനം 25-ാം ദിവസം. ഇന്നത്തെ ധ്യാന വിഷയം പരിശുദ്ധ മറിയത്തിൻ്റെ അധികാരം അഥവാ പരിശുദ്ധ മറിയം ത്രിലോകങ്ങളുടെ രാജ്ഞി. കന്യകാമറിയം നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അഭിഭാഷികയാണ് എന്ന സത്യത്തെപ്പറ്റി ഇന്നലെ നാം ധ്യാനിക്കുകയുണ്ടായി. അഭിഭാഷിക സ്ഥാനം വലിയ അധികാരത്തിൻ്റെ സ്ഥാനം കൂടിയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 966 ഖണ്ഡികയിൽ മാതാവിൻ്റെ സ്വർഗാരോപണ സത്യത്തെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഉത്ഭവപാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും സ്വതന്ത്രയാക്കി സൂക്ഷിക്കപ്പെട്ടിരുന്ന നിർമ്മല കന്യക അവളുടെ ഇഹലോകവാസത്തിൻ്റെ പരിസമാപ്തിയിൽ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. കർത്താവ് അവളെ എല്ലാറ്റിൻ്റെയും രാജ്ഞിയായി ഉയർത്തി. ഇത് കർത്താക്കളുടെ കർത്താവും പാപത്തെയും മരണത്തെയും കീഴടക്കിയവനുമായ തൻ്റെ പുത്രനോട് അവൾ കൂടുതലായി അനുരൂപപ്പെടാൻ വേണ്ടിയായിരുന്നു. ഈ ചരിത്ര പ്രഖ്യാപനത്തിൽ എടുത്തു പറയുന്നൊരു വാചകമാണ്: കർത്താവ് കന്യകാമറിയത്തെ എല്ലാറ്റിൻ്റെയും രാജ്ഞിയായി ഉയർത്തി. ഇന്നലെ നാം മാതാവിൻ്റെ അഭിഭാഷിക സ്ഥാനം മനസ്സിലാക്കാൻ ദാവീദ് രാജകുടുംബത്തിലെ ഗബീറ പാരമ്പര്യത്തെപ്പറ്റി ചിന്തിക്കുകയുണ്ടായി. ഗബീറയ്ക്ക് രാജാവിൻ്റെ പക്കൽ നിർണായക സ്ഥാനമുണ്ടായിരുന്നു എങ്കിലും അധികാരം രാജാവിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജാവിൻ്റെ അമ്മയ്ക്ക് രാജാവിന് തൊട്ടടുത്ത് ഒരു രാജകീയ സിംഹാസനമുണ്ടായിരുന്നു. ജനങ്ങളെല്ലാം മഹാരാജ്ഞിയായി വണങ്ങിയിരുന്നെങ്കിലും ഗബീറയ്ക്ക് രാജകീയ അധികാരം ഉണ്ടായിരുന്നില്ല. എന്നാൽ പരിശുദ്ധ മറിയത്തിൻ്റെ സ്ഥാനം അഭിഭാഷിക എന്നതിനേക്കാൾ ഉപരി അവൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മേൽ സമ്പൂർണ്ണ അധികാരം കൈയാളുന്ന മഹാരാജ്ഞിയാണ് എന്നതാണ്. മാതാവിൻ്റെ ലൊറേറ്റോ ലുത്തിനിയയിൽ എന്നും നാം മാതാവിനെ അനേകം പ്രാവശ്യം രാജ്ഞി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. മാലാഖമാരുടെ രാജ്ഞി, ബാവാന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, ശ്ലീഹാന്മാരുടെ രാജ്ഞി, രക്തസാക്ഷികളുടെ രാജ്ഞി, വന്ദകരുടെ രാജ്ഞി, കന്യകമാരുടെ രാജ്ഞി, സകല പുണ്യവാന്മാരുടെയും രാജ്ഞി. ഇനിയും ഏതാനും കാര്യം കൂടി പറയും. മാതാവിൻ്റെ രാജ്ഞിയായി നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ എന്താണ് സഭ ഇതിലൂടെ പഠിപ്പിക്കുന്നത്? മാതാവിന് സ്വർഗത്തിൻ്റെ മേലും ഭൂമിയുടെ മേലും ദൈവം വലിയ അധികാരം നൽകിയിരിക്കുന്നു എന്നതാണ്. സകലത്തിൻ്റെയും കർത്താവും അധികാരിയും പരിശുദ്ധ ത്രിത്വമാണ്. പക്ഷേ ഈ പരിശുദ്ധ ത്രിത്വം മാതാവിനെ ത്രിലോക രാജ്ഞിയായി കിരീടമണിയിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന് മാത്രമുള്ള അധികാരം പരിശുദ്ധ അമ്മയ്ക്ക് പങ്കുവെക്കാൻ മാത്രം ത്രിത്വക ദൈവം മാതാവിനെ ബഹുമാനിച്ച് സ്നേഹിച്ച് ആദരിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ അധികാരിയോട് പോലും നമുക്ക് എത്ര വലിയ ആദരവും ബഹുമാനവും സ്നേഹവുമാണുള്ളത്. ഭൂലോകം മുഴുവൻ്റെയും മേൽ ഒരു വ്യക്തി അധികാരിയാകുകയാണെങ്കിൽ ആ വ്യക്തി എത്രയേറെ ബഹുമാനിതനും പ്രിയപ്പെട്ടവനുമാകേണ്ടതാണ്. പരിശുദ്ധ മറിയത്തിന് ഭൂമി മുഴുവൻ്റെ മേൽ മാത്രമല്ല, സ്വർഗം മുഴുവൻ്റെ മേലും എല്ലാറ്റിൻ്റെ മേലും കർത്താവ് അധികാരം കൊടുത്തിരിക്കുന്നു. മാതാവിൻ്റെ അധികാരം മാതാവ് എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് ധ്യാനിക്കാം. ഈശോയുടെ കാഴ്ചപ്പാടിൽ അധികാരം ശുശ്രൂഷയ്ക്കും സേവനത്തിനും വേണ്ടിയുള്ളതാണ് എന്ന് കർത്താവ് പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂമി മുഴുവൻ്റെ മേലുള്ള മാതാവിൻ്റെ അധികാരം മാതാവ് പ്രയോഗിക്കുന്നത് 2000 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും സജീവമായി ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയിലെ കഷ്ടപ്പെടുന്നവരുടെയും ക്ലേശിതരുടെയും ദുഃഖിതരുടെയും തകർച്ചയിൽപ്പെട്ടവരുടെയും ആശ്വാസത്തിന് വേണ്ടി യത്നിച്ചുകൊണ്ടാണ്. മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ ശ്രദ്ധയോടെ പഠിച്ചാൽ ഇത് വ്യക്തമാകും. ദുഃഖിതരും അശരണരും ദുർബലരും ദരിദ്രരും കുട്ടികളുമൊക്കെ ആയവരെയാണ് അവർക്കാണ് മാതാവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഫാത്തിമയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഗ്രാമീണ ബാലിക 14 വയസ്സുള്ള
നിത്യരോഗിയായ ഒരു കുട്ടിക്കാണ് 18 പ്രാവശ്യം പരിശുദ്ധ അമ്മ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ചത്. ആ മകളോടാണ്, ബെർണർദീത്ത. ലൂർദിലോ ആരാലും ഒരു വിലയും കൽപ്പിക്കപ്പെടാത്ത 3 ദരിദ്രരായ ആട്ടിടയരായ കുട്ടികൾക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ലോകം മുഴുവനും വേണ്ടിയുള്ള അതിപ്രധാന സന്ദേശം നൽകിയത്. അതിനുശേഷം ഇക്കാലം വരെയും ലോകാവസാനം വരെ എത്രയോ കോടാനുകോടി മനുഷ്യരാണ് അവിടെ വന്ന് രോഗശാന്തിയും സമാധാനവും പ്രാപിച്ചു പോകുന്നത്. ഗ്വാഡലിപ്പയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് വളരെ ദരിദ്രനായ ഒരു കൃഷിക്കാരനായിരുന്നു, ഹുവാൻ ഡിയാഗ. അതിനുശേഷം ആ ദേശത്തുണ്ടായ സംഭവവികാസങ്ങൾ എത്ര വിസ്മയകരമാണ്. ഓരോ ദിവസവും ഒരു പെൺകുട്ടിയെ നറുക്കിട്ടെടുത്ത് അവളെ കൊന്ന് ആ രക്തമെടുത്ത് സൂര്യദേവന് ബലിയർപ്പിച്ച് അങ്ങനെ അന്ധവിശ്വാസത്തിൻ്റെ അടിത്തട്ടിൽ കിടന്നിരുന്ന 80 ലക്ഷത്തോളം മനുഷ്യരാണ് ഗ്വാഡലുപ്പയിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ശേഷം ഈ അന്ധതയും ദുഷ്ടതയും ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് കത്തോലിക്കാ സഭയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് യഥാർത്ഥ വിശ്വാസികളായിട്ട് മാറിയത്. ഇന്നിപ്പോൾ 500 കൊല്ലം കഴിഞ്ഞിട്ടും എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത ജനസമൂഹമാണ് അവിടെ വന്ന് സമാധാനവും ആശ്വാസവും മാനസാന്തരവും രക്ഷയും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്ലെറ്റിലും 2 ചെറിയ ആട്ടിടയരായ കുട്ടികൾക്കാണ് പരിശുദ്ധ അമ്മ തന്നെ വെളിപ്പെടുത്തിയത്. വേളാങ്കണ്ണിയിലും മുടന്തനായ ഒരു വിജാതീയനായ ഒരു ചെറുപ്പക്കാരനാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം ഇന്നോളം എത്ര ലക്ഷം പേരാണ് അവിടെ ചെന്ന് ആശ്വാസവും സമാധാനവും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾക്കെല്ലാം ഒരു പൊതുവായ സന്ദേശം തരാനുണ്ട്. അത് മാനസാന്തരപ്പെടാനുള്ള സന്ദേശമാണ്. ഭൂമിയിലെ ജീവിതം വെറും ക്ഷണികമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാനാണ് മാതാവ് ഈ ലോകം മുഴുവനും ഓടി നടക്കുന്നത്. ഭൗമിക ജീവിതത്തിൻ്റെ നശ്വരത ഗ്രഹിച്ച് പാപജീവിതവും ആഡംബരങ്ങളും സുഖലോലുപതയും വെടിഞ്ഞ് പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം എന്നീ 3 സുപ്രധാനങ്ങളായ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് സ്വർഗത്തെ ഉറ്റുനോക്കി ജീവിക്കണം. ഇതാണ് മാതാവിൻ്റെ എല്ലാ മരിയൻ പ്രത്യക്ഷീകരണങ്ങളിലെയും പൊതുവായ സന്ദേശം. 2-ാം വത്തിക്കാൻ സൂനകദോസിൻ്റെ തിരുസഭ എന്ന സുപ്രധാന പ്രമാണരേഖയുടെ 62-ാം ഖണ്ഡികയിൽ സഭ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: മറിയത്തിൻ്റെ മാതൃത്വം അവൾ മംഗളവാർത്താവേളയിൽ സമ്മതം നൽകിയ നിമിഷം മുതൽ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും മകുടം ചാർത്തൽ വരെ ഇടമുറിയാതെ നിലനിൽക്കുന്നു. സ്വർഗാരോപിതയായതോടെ ഈ രക്ഷണീയ ദൗത്യം അവസാനിപ്പിക്കാതെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ ദാനങ്ങൾ സമ്പാദിച്ചു തരുന്നതിൽ അവൾ വിവിധ തരത്തിൽ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അപകടങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും നിറഞ്ഞ ജീവിതയാത്ര കഴിക്കുന്ന സ്വപുത്രൻ്റെ സഹോദരർ സൗഭാഗ്യകരമായി പിതൃരാജ്യത്തിലെത്തുന്നതുവരെ അവൾ മാതൃസഹജമായ വാത്സല്യത്തോടെ അവരുടെ സംരക്ഷണം നിർവഹിക്കുകയും ചെയ്യുന്നു. സഭയുടെ ഈ ബോധ്യമാണ് മാതാവിനെ രാജ്ഞിയായി വിശ്വസിച്ച് വണങ്ങുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഈ ഭൂമിയിലെ ആവശ്യങ്ങളിനേക്കാൾ ഉപരി ഈ ഭൂമിയിലെ ആവശ്യങ്ങൾ നമ്മെ സഹായിക്കാൻ പലർക്കും സാധിക്കും. പക്ഷേ നമുക്ക് നിത്യരക്ഷയുടെ ദാനങ്ങൾ നേടിത്തരാൻ ആരൊക്കെ ഉണ്ടാവും? നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിത്യരക്ഷയാണ്. അതിനാവശ്യമായ ദാനങ്ങൾ നേടിത്തരുന്ന ഏക വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അവളുടെ രാജകീയ അധികാരം അതിനാണ് നമ്മൾ പ്രധാനം ഉപയോഗിക്കുന്നത്. മാതാവിൻ്റെ മുമ്പിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് അവൾ രാജ്ഞിയായി അധികാരിയായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. വിചിന്തനം. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ബൈബിളിൻ്റെ അവസാന ഭാഗത്തുള്ള വെളിപാട് പുസ്തകത്തിൽ പരിശുദ്ധ മറിയത്തെ പരിശുദ്ധാത്മാവായ ദൈവം അവതരിപ്പിക്കുന്നത് വലിയ അധികാരമുള്ളവളായാണ്. ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ അണിഞ്ഞിരിക്കുന്നു. വെളിപാട് 12 പറയുന്ന സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ പരിശുദ്ധ കന്യകമറിയം തന്നെയാണ്. മിശിഹായുടെ മാതാവും മിശിഹായുടെ ശിഷ്യരുടെ മാതാവുമായ മറിയം തന്നെയാണത്. സാത്താൻ്റെ മേലുള്ള അധികാരം, പരിശുദ്ധ അമ്മയുടെ അധികാരം ഒന്നാമതായി സാത്താൻ്റെ മേൽ തന്നെയാണ്.
ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ ശ്രമിച്ച അവൻ്റെ മേൽ ദൈവം ആദ്യം അധികാരം കൊടുത്തത് പരിശുദ്ധ കന്യക മറിയത്തിനാണ്. ഉൽപ്പത്തി 3:15 ഇത് സ്പഷ്ടമാണ്. പിശാചുമായി നേരിട്ടുള്ള ശത്രുത പരിശുദ്ധ മറിയത്തിനായി ആയിരിക്കുമെന്ന് ദൈവമായ കർത്താവ് പ്രവചന രൂപേണ ഇങ്ങനെ വെളിപ്പെടുത്തി: നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയിലും തമ്മിലും ഞാൻ നിനക്കും പിശാചിനും സ്ത്രീയുടെ സന്തതിക്കും യേശുവിന് ഇടയിൽ ശത്രുത ഉണ്ടാക്കും എന്ന സർപ്പത്തോട് ദൈവം പറയേണ്ടതായിരുന്നുവെന്ന് നമുക്ക് മാനുഷിക യുക്തി ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ കർത്താവ് യഥാർത്ഥത്തിൽ പറഞ്ഞത് നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുമെന്നായിരുന്നു. പാമ്പിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലുള്ള ശത്രുത രണ്ടാമതായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ചുരുക്കത്തിൽ പരിശുദ്ധ മറിയത്തെയാണ് സാത്താനെതിരായ അധികാരം കൊടുത്ത് അവനെ തോൽപ്പിക്കാൻ ദൈവം നിയോഗിച്ചതെന്ന് ഉൽപ്പത്തി 3:15 വ്യക്തമാക്കുകയാണ്. ആത്യന്തികമായി യേശുവാണ് അവൻ്റെ മേൽ സാത്താൻ്റെ വിജയം നേടിയത്. എങ്കിലും ആ യുദ്ധത്തിൻ്റെ തുടക്കം, യുദ്ധത്തിൻ്റെ ഉത്തരവാദിത്വവും പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചുവെന്ന് ഉൽപ്പത്തി 3:15 വ്യക്തമാക്കുകയാണ്. മറിയം സാത്താനെ തോൽപ്പിക്കാൻ ഏറ്റവും ശക്തമായ ആയുധം. പിശാചുക്കൾക്കെതിരായ നിരന്തര യുദ്ധമാണ് ക്രിസ്തീയ ജീവിതം എന്നാണ് വിശുദ്ധ പൗലോസ് എഫേസോസ് 6:10-17 വരെ വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ എന്നേക്കുമായി തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ് പിശാച് എന്ന് കൊളോസൂസ് ലേഖനം 2:14-15 വാക്യത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും ബലഹീനരായ നമ്മെ സംബന്ധിച്ച് അവൻ പ്രബലനാണ്. എഫേസോസ് 6:12-17 വാക്യത്തിൽ അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനാലാണ് സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ ആയുധങ്ങളെല്ലാം ധരിക്കണം എന്ന് എഫേസോസ് 6:12 നിഷ്കർഷിക്കുന്നത്. സാത്താനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളിലും വെച്ച് ഏറ്റവും ശക്തവും ഫലദായകവുമായ ആയുധമാണ് പരിശുദ്ധ മറിയം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദിയിൽ തന്നെ ദൈവം സാത്താനെ തോൽപ്പിക്കുന്ന ദൗത്യം പരിശുദ്ധ മറിയത്തെ ഏൽപ്പിക്കുകയുണ്ടായി. സാത്താനെ തോൽപ്പിച്ചത് യേശുവാണെങ്കിലും ആ യുദ്ധത്തിൻ്റെ ചുമതലക്കാരി മറിയം തന്നെയായിരുന്നു. അവൾ സാത്താനെതിരെയുള്ള ഒരു ആയുധം മാത്രമല്ല, അന്ധകാരത്തിൻ്റെ രാജ്യത്തിനെതിരായ യുദ്ധത്തിന് നേതൃത്വവും നൽകുന്നവളാണ്. ആകയാൽ രക്ഷാനുഭവത്തിൽ ജീവിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ അനുനിമിഷം നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളിൽ ദൈവം തന്നെ തന്നിരിക്കുന്ന മറിയമെന്ന ആയുധത്തിൽ ശരണം വയ്ക്കാം. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നത് മറിയമുള്ളിടത്ത് പിശാചില്ല എന്നാണ്. പ്രപഞ്ചശക്തികളുടെ മേലുള്ള അധികാരമാണ് രണ്ടാമത്തെ അധികാരം. പിശാചിൻ്റെ മേൽ എന്ന പോലെ തന്നെ പ്രപഞ്ചം മുഴുവൻ്റെയും മേൽ പരിശുദ്ധ മറിയത്തിന് അധികാരമുണ്ട്. വെളിപാട് ഗ്രന്ഥത്തിലെ സ്ത്രീ സൂര്യനെ ഉടയാടയാക്കിയവളും ചന്ദ്രൻ്റെ മേൽ ചവിട്ടി നിൽക്കുന്നവളുമാണ്. 1917 ഒക്ടോബർ 13 ഫാത്തിമയിൽ നടന്ന മരിയൻ ദർശനവേളയിൽ 40,000 പേരെങ്കിലും നോക്കി നിൽക്കെ സൂര്യനൃത്തം സംഭവിച്ചു. ഇത് പ്രപഞ്ചത്തിൻ്റെ മേലുള്ള മറിയത്തിൻ്റെ ആധിപത്യത്തെ സൂചിപ്പിക്കുന്നു. സൂര്യൻ ആകാശത്തു നിന്ന് അടർന്ന് ഭൂമിയിൽ പതിക്കുമെന്ന് ഘട്ടത്തിൽ എത്തിയപ്പോൾ ജനക്കൂട്ടം മറിയത്തെ വിളിച്ചപേക്ഷിച്ചതോടെ സൂര്യൻ പൂർവ്വസ്ഥിതിയിലായി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അന്തരീക്ഷ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പരിശുദ്ധ മറിയത്തെ അഭയം പ്രാപിക്കുന്നത് ക്രൈസ്തവരുടെ പരമ്പരാഗതമായ ഒരു വിശ്വാസാനുഷ്ഠാനമാണ്. എല്ലാ മനുഷ്യരുടെയും മേലുള്ള അധികാരം. പരിശുദ്ധ മറിയത്തിനുള്ള എല്ലാ അധികാരങ്ങൾക്കും ഉപരിയായത് സകല ജനപദങ്ങളുടെയും ആത്മീയ മാതാവ് എന്ന നിലയിൽ മാനവകുലം മുഴുവൻ്റെ മേലുമുള്ള അധികാരമാണ്. അത് മാതൃസഹജ സ്നേഹത്തിൻ്റെ അധികാരമാണ്. കർത്താവ് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അധികാരം ഉറപ്പിച്ചിരിക്കുന്നുവെന്ന് പ്രഭാഷകൻ 3:2 എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയായെങ്കിൽ പരിശുദ്ധ മറിയത്തിന് മനുഷ്യമക്കൾ മുഴുവൻ്റെ പേരുടെയും മേൽ എത്ര വലിയ അധികാരമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ആർക്കാണ് ഊഹിക്കാൻ സാധിക്കാത്തത്. ശാരീരിക ജീവൻ പ്രദാനം ചെയ്യുന്ന അമ്മമാർക്ക് തങ്ങളുടെ മക്കളുടെ മേൽ അധികാരം ഉറപ്പിച്ചിരിക്കുന്നെങ്കിൽ എല്ലാവരെയും ദൈവിക ജീവനിലേക്ക് വീണ്ടും ജനിപ്പിക്കുന്ന
അമ്മയായ മറിയത്തിൻ്റെ അധികാരം എത്ര ഉന്നതമായിരിക്കും. ഈ അധികാരത്തിന് കീഴിലേക്ക് സ്വമനസ തന്നെ വിട്ടുകൊടുക്കുന്നവർ എത്ര വിവേകമതികൾ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മേൽ ഒരേ സമയം തുല്യ അധികാരമുള്ള ഈ അധികാരിയുടെ കീഴിലാകുക എത്ര അഭിമാനകരം. അവർക്ക് എന്തിൻ്റെയെങ്കിലും കുറവ് വന്നാൽ അത് എത്രയും വേഗം എളുപ്പത്തിലും പരിഹരിക്കപ്പെടും. സ്വർഗം മുഴുവൻ്റെ മേലുള്ള അധികാരം. കന്യക മറിയം സ്വർഗത്തിലേക്ക് ശരീരത്തോടെ ആരോഹണം ചെയ്തയുടനെ ത്രിത്വക ദൈവം അവളെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി കിരീടമണിയിച്ചു എന്നാണ് തിരുസഭ പാരമ്പര്യം പഠിപ്പിക്കുന്നത്. ഭൂമിയിൽ എല്ലായിടത്തും അവൾക്കുണ്ടായിരുന്ന അധികാരം സ്വർഗ ആരോപണത്തോടെ സ്വർഗത്തിലേക്കും വ്യാപിച്ചു എന്നാണ് ഇതിനർത്ഥം. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് ഞാൻ തരുമെന്ന് പത്രോസിനോട് ഈശോ പറഞ്ഞെങ്കിലും സ്വർഗത്തിൻ്റെ രാജ്ഞിയായി മറിയത്തെയാണ് അവിടുന്ന് അവരോധിച്ചത്. ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരുടെയും മേലുള്ള അധികാരത്തിന് പുറമെ സ്വർഗവാസികളായ എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും മേൽ മാതാവിന് അധികാരം നൽകപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: 9 വൃന്ദം മാലാഖമാരും എല്ലാ യുഗങ്ങളിലെയും മാനവരാശി മുഴുവനും ദുഷ്ടാരൂപികൾ പോലും സത്യത്തിൻ്റെ അപ്രതിരോധ്യമായ ശക്തിയാൽ പ്രേരിതരായി മറിയത്തെ അനുഗ്രഹീത എന്ന് വിളിക്കുന്നു. വിശുദ്ധ ബൊനവെഞ്ചർ പറയുന്നു: സ്വർഗത്തിലുള്ള സകല മാലാഖമാരും അവിരാമം മറിയത്തെ പരിശുദ്ധ പരിശുദ്ധ പരിശുദ്ധയായ മറിയമേ, ദൈവാംബികയെ, കന്യകയെ എന്ന് ഇടവിടാതെ ഉദ്ഘോഷിക്കുന്നു. ഓരോ ദിവസവും അവർ അവളുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മാലാഖമാരുടെ അഭിവാദ്യമായ മറിയമേ സ്വസ്തി എന്ന് കോടാനുകോടി പ്രാവശ്യം ആലപിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും ആജ്ഞകൾ നൽകി തങ്ങളെ ബഹുമാനിക്കാൻ കനിയണമേ എന്ന് യാചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ മരിയ ഭക്തി എന്ന ഗ്രന്ഥത്തിൻ്റെ 8ാമത്തെ ഖണ്ഡിക. പരിശുദ്ധ ജപമാല ചൊല്ലുന്നത് മറിയത്തിൻ്റെ അധികാരത്തോടുള്ള പ്രതികരണം അഥവാ പ്രത്യുത്തരം. മാനവരക്ഷയ്ക്ക് കാരണമായ ക്രിസ്തു സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ ലോകം മുഴുവനും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ദൈവത്തിന് ശേഷം എല്ലാറ്റിൻ്റെയും മേലുള്ള അധികാരം മറിയത്തിന് നൽകപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതിനാൽ വാഴ്ത്തപ്പെട്ട പീയൂസ് 9 പാപ്പ പറയുന്നു: ജപമാല അർപ്പിക്കുന്നവരുടെ ഒരു സൈന്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലോകത്തെ മുഴുവൻ കീഴടക്കുമായിരുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ അധികാരത്തിലും ശക്തിയിലും വളരെ വിശ്വാസമുണ്ടായിരുന്ന വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നു: നിങ്ങൾ നിത്യനാശത്തിൻ്റെ വക്കത്താണെങ്കിലും നിങ്ങളുടെ ഒരു പാദം നരകത്തിലാണെങ്കിലും മന്ത്രവാദികൾ ചെയ്യുന്ന പോലെ നിങ്ങൾ സ്വന്തം ആത്മാവിനെ പിശാചിനെ വിറ്റിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ പിശാചിനെ പോലെ മർക്കടമുഷ്ടിയായൊരു പാഷണ്ടിയാണെങ്കിലും ഒടുവിൽ ഒരു ദിവസം നിങ്ങൾ മാനസാന്തരപ്പെടും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തും. നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുകയും ചെയ്യും. എന്ത് ചെയ്യുന്നെങ്കിൽ ഇനി ഞാൻ എഴുതുന്നത് നന്നായി അടയാളപ്പെടുത്തുക, സത്യം അറിയുന്നതിനും നിങ്ങളുടെ പാപങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നതിനും മാപ്പ് ലഭിക്കുന്നതിനും വേണ്ടി നിത്യവും നിങ്ങളുടെ മരണം വരെ ഭക്തിയോടെ പരിശുദ്ധ ജപമാല ചൊല്ലുന്നുവെങ്കിൽ. ജപമാലയുടെ മഹാശക്തിക്ക് 2 കാരണങ്ങൾ. 1. ജപമാല ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ റൊസാരിയും വെർജിനിസ് മരിയ എന്ന രേഖയുടെ 1ാമത്തെ ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ കന്യക മറിയത്തോടുള്ള പ്രാർത്ഥനയാണ് ജപമാല എങ്കിലും അത് അന്തരാർത്ഥത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. ഗഹനമായ സുവിശേഷ സന്ദേശം അതിൻ്റെ ഘടകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. സുവിശേഷ സന്ദേശത്തിൻ്റെ ഒരു സാരസംഗ്രഹം ആയി അതിനെ വിശേഷിപ്പിക്കാം. ജോൺ പോൾ 2 പാപ്പ തുടരുന്നു: വിശ്വാസികൾക്ക് മുമ്പിൽ മറിയം തൻ്റെ പുത്രൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ നിസ്തന്ത്രമായി അനാവരണം ചെയ്യുന്നു. അവയുടെ ധ്യാനത്തിലൂടെ അവയുടെ രക്ഷാകര ശക്തി ഓരോരുത്തർക്കും തുറന്നു കിട്ടുന്നു. ജപമാല അർപ്പണത്തിലൂടെ ക്രൈസ്തവ സമൂഹം മറിയത്തിൻ്റെ ഓർമ്മകളിലേക്കും ധ്യാനാത്മക വീക്ഷണങ്ങളിലേക്കും പ്രവേശിക്കുന്നു. റൊസാരിയും വെർജിനിസ് മരിയ എന്ന രേഖയുടെ 11ാമത്തെ ഖണ്ഡികയിൽ. അതേ അപ്പസ്തോലിക പ്രബോധനത്തിൽ ജപമാലയുടെ ധ്യാനാത്മക ഘടകത്തെ അടിസ്ഥാനപരമായ ഒന്നായി പാപ്പ പഠിപ്പിക്കുന്നു. അതിപ്രകാരമാണ്: മറിയത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഉത്ഭവിക്കുന്നത് കൊണ്ട് തന്നെ ജപമാല ആപാതചൂടൻ ധ്യാനാത്മക പ്രാർത്ഥനയാണ്. പോൾ 6 പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ ധ്യാനാത്മക ഭാവമില്ലെങ്കിൽ
ഇതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. ധ്യാനമില്ലാത്ത ജപമാല ആത്മാവില്ലാത്ത ശരീരമാണ്. ഇതിൻ്റെ ഉരുവിടൽ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്ക് ചേരാത്ത ചില നിർദ്ദിഷ്ട ജപങ്ങളുടെ യാന്ത്രികമായ ആവർത്തനമാകും. റൊസാരിയും വെർജിനിസ് മരിയ എന്ന അപ്പസ്തോലിക ആഹ്വാനം 12-ാമത്തെ ഖണ്ഡിക. ജപമാലയുടെ അസാധാരണ ശക്തിയുടെ രണ്ടാമത്തെ കാരണം അത് ക്രിസ്തുവിൻ്റെ ജീവിത സംഭവങ്ങളുടെ ധ്യാനാത്മക പ്രാർത്ഥനയാണ് എന്നതുപോലെ പ്രസാദപരത്തിൻ്റെ ക്രമത്തിൽ സർവശക്തയായ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം തേടിയുള്ള പ്രാർത്ഥനയുമാണ്. റൊസാരിയും വെർജിനിസ് മരിയ എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ 16-ാം ഖണ്ഡികയിലാണ് മാതാവിനെ ജോൺ പോൾ രണ്ടാം പാപ്പ പ്രസാദപര ക്രമത്തിൽ സർവശക്ത എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തുവും പരിശുദ്ധാത്മാവും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണർത്തുന്ന പ്രാർത്ഥനയോട് ചേർന്ന് മറിയം അവളുടെ മാതൃനിർവിശേഷമായ മധ്യസ്ഥതയാൽ ഇടപെടുന്നു. സഭയുടെ പ്രാർത്ഥന മറിയത്തിൻ്റെ പ്രാർത്ഥനയാൽ താങ്ങി നിർത്തപ്പെടുന്നു. റൊസാരിയും വെർജിനിസ് മരിയ 16-ാമത്തെ ഖണ്ഡിക. ദൈവമാതാവിനോടുള്ള നിർബന്ധപൂർവമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം അവളുടെ മാതൃസഹജമായ മാധ്യസ്ഥത്തിന് തിരുക്കുമാരൻ്റെ ഹൃദയത്തിൽ നിന്നും സർവ്വതും നേടിത്തരാനാകും എന്നതാണ്. വിശുദ്ധ ജോൺ പോൾ പാപ്പ പഠിപ്പിക്കുന്നതാണിത്. വാഴ്ത്തപ്പെട്ട ബെർത്തോലോങ്കോയുടെ ദിവ്യനാഥനോടുള്ള യാചനകൾ എന്ന ഗ്രന്ഥത്തിലെ ശരിക്കും മനസ്സിലാക്കപ്പെടേണ്ട ശക്തമായ പ്രയോഗത്തിൽ പറയട്ടെ, വരപ്രസാദം വഴി മറിയം സർവശക്തയാണ്. വിശുദ്ധ ബെർണാഡിൻ്റെ വാക്കുകളിൽ മഹാകവി ഡാൻ്റെ ഈ സത്യം അവിസ്മരണീയമായി ആവിഷ്കരിക്കുന്നു. നാഥേ, നീ എത്രയോ മഹത്വവതിയും ശക്തയുമാണ്. ദൈവകൃപ ആഗ്രഹിക്കുകയും നിന്നിലേക്ക് തിരിയാതിരിക്കുകയും ചെയ്യുന്നവൻ ചിറകില്ലാതെ പറക്കാൻ കൊതിക്കുന്നവരെ പോലെയാണ്. ഇത് റൊസാരിയും വെർജിനിസ് മരിയ എന്ന രേഖയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉദ്ധരിച്ചിരിക്കുന്നതാണ്. ചുരുക്കത്തിൽ ജപമാലയുടെ ഓരോ ദിവ്യരഹസ്യവും ഭക്തിപൂർവ്വം ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്ഷാകര കർമ്മത്തിൻ്റെ ശക്തിയിൽ വലിയ വിശ്വാസത്തോടു കൂടിയാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥിക്കേണ്ടത്. അതോടൊപ്പം മറിയത്തിന് നമ്മോടുള്ള അനുഭവമായ സ്നേഹത്തിൽ നാം ആശ്രയിക്കുകയും അവളുടെ മാതൃസഹജമായ മധ്യസ്ഥതയുടെ ശക്തിയിൽ വിശ്വസിക്കുകയും വേണം. പരിശുദ്ധ മറിയത്തിൻ്റെ അധികാരം പാപ്പാമാരുടെ പ്രബോധനത്തിൽ ലയോ 13-ാമൻ പാപ്പ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കന്യക മറിയം സ്വർഗത്തിൽ അധികാരത്തിൻ്റെയും മഹത്വത്തിൻ്റെയും പരകോടിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടവളാണ്. ആ നിത്യനഗരത്തിൽ എത്തിച്ചേരാൻ ഏറെ കഠിനാധ്വാനങ്ങളിലൂടെയും അപകടങ്ങളിലൂടെയും പരിശ്രമിക്കുന്ന മനുഷ്യർക്ക് തൻ്റെ രക്ഷാധികാരത്തിൻ്റെ സഹായം നൽകാൻ വേണ്ടിയാണ് അവൾ അപ്രകാരമായിരിക്കുന്നത്. സുപ്രേമി അപ്പസ്തോലോത്തൂസ് ഒഫീച്ചിയോ എന്ന ശ്ലൈഹിക പ്രബോധനത്തിന് 1-ാമത്തെ ഖണ്ഡികയിൽ നിന്ന് 12-ാം പീസ് പാപ്പ പറയുകയാണ്: നമ്മുടെ നിത്യരക്ഷയുടെ കർമ്മത്തിൽ പരിശുദ്ധ മറിയത്തിന് അസാധാരണമായ ഒരു ധർമ്മമുണ്ടായിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതിനാൽ മറിയത്തെ രാജ്ഞി എന്ന് തന്നെ വിളിക്കണം. ലൊറേറ്റോ ലുത്തിനിയ മറിയത്തെ രാജ്ഞി എന്ന് വിളിച്ചപേക്ഷിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ഇത് 12-ാം പീസ് പാപ്പായുടെ ആദി ചേളി റെജീന എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ 34-ാം നമ്പറിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിന് അടിസ്ഥാനം പരിശുദ്ധ മറിയത്തിൻ്റെ സകല മാലാഖമാരുടെയും മനുഷ്യരുടെയും മേലുള്ള ഈ സ്വർഗീയ അധികാരമാണ്. മറിയം മധ്യസ്ഥയോ പ്രസാദപര വിതരണക്കാരിയോ മാത്രമല്ല, അവൾ ദൈവത്താൽ പാപിയായ എൻ്റെ മേൽ അധികാരപ്പെടുത്തപ്പെട്ടവളാണ്. കുരിശിൽ കിടന്നുകൊണ്ടുള്ള യേശുവിൻ്റെ അധികാരപ്പെടുത്തൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ മറിയത്തിൻ്റെ അധികാരത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മരിയൻ പ്രതിഷ്ഠ ദൈവം തന്നെ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന സുപ്രധാനമായൊരു കാര്യമാണ്. വിശുദ്ധ ലൂയി ഡി മോണ്ട്ഫോർട്ടിൻ്റെ ഉപദേശം. യഥാർത്ഥ മരിയഭക്തി 28-ാം ഖണ്ഡിക. പരിശുദ്ധ മറിയം സ്വർഗത്തിൽ മാലാഖമാർക്കും വിശുദ്ധർക്കും ആജ്ഞകൾ നൽകുന്നു. അഹങ്കാരം കൊണ്ട് അധപ്പതിച്ച വാനവ ദൂതന്മാരുടെ സിംഹാസനങ്ങൾ വിശുദ്ധരെ കൊണ്ട് നിറയ്ക്കാനുള്ള അധികാരവും ചുമതലയും തൻ്റെ അഗാധമായ എളിമയ്ക്ക് പ്രതിഫലമെന്നോണം ദൈവം അവൾക്ക് നൽകി. വിനീതരെ ഉയർത്തുന്ന അത്യുന്നതൻ്റെ ദിവ്യഹിതം സ്വർഗവും ഭൂമിയും നരകവും നല്ല മനസ്സോടെയോ അല്ലാതെയോ വിനീതയായ മറിയത്തിൻ്റെ ആജ്ഞകളുടെ മുമ്പിൽ മുട്ടുകൾ മടക്കണമെന്നാണ്.
കാരണം അവിടുന്ന് അവളെ ഭൂസ്വർഗങ്ങളുടെ രാജ്ഞിയും തൻ്റെ സൈന്യങ്ങളുടെ നായികയും അനർഘ നിക്ഷേപങ്ങളുടെ കാവൽക്കാരിയും കൃപാവരങ്ങളുടെ വിതരണക്കാരിയും ദൈവിക അത്ഭുതങ്ങളുടെ പ്രവർത്തികയും മനുഷ്യരാശിയുടെ പുനരുദ്ധാരികയും അവരുടെ മധ്യസ്ഥയും ദൈവത്തിൻ്റെ ശത്രുക്കളെ സംഹരിക്കുന്നവളും തൻ്റെ മഹത്വത്തിലും വിജയത്തിലും വിശ്വസ്ത സഹകാരിണിയുമാക്കി. ബൈബിൾ വായന. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സമ്മോഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1250 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. പ്രാർത്ഥന. ദൈവമേ, മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തെ എൻ്റെ രാജ്ഞിയായും മേൽനോട്ടക്കാരിയായും അധികാരിയായും നിശ്ചയിച്ചു തന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ മേൽ പരിശുദ്ധ കന്യക മറിയത്തിനുള്ള അധികാരം വിശ്വാസപൂർവ്വം ഞാൻ ഏറ്റുപറയുന്നു. സ്വർഗരാജ്ഞിയാണ് എൻ്റെ അമ്മ എന്ന സത്യം എൻ്റെ ആധ്യാത്മിക ജീവിത പ്രതിസന്ധികളിൽ എനിക്ക് ധൈര്യവും പ്രത്യാശയും തരുന്നു. സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ എന്നെയും എനിക്കുള്ള സർവ്വതും ആത്മീയ യോഗ്യതകൾ ഉൾപ്പെടെ മറിയത്തിൻ്റെ ഭരണത്തിന് കീഴിലാക്കാൻ എനിക്ക് കൃപയേകണമേ. ഞാൻ പ്രാപിക്കേണ്ട പരിപൂർണതയുടെ അളവ് എന്തെന്ന് എന്നേക്കാൾ അധികം അറിയുന്ന പരിശുദ്ധ മറിയമേ, അമ്മയുടെ സ്നേഹസമന്വിത അധികാരത്തിന് കീഴിൽ പരിപൂർണതയുടെ വഴിയിൽ എന്നെ അതിവേഗം നയിക്കണമേ. ആമേൻ. സൽകൃത്യം. ഓരോ തീരുമാനത്തിലും പരിശുദ്ധ മറിയത്തിൻ്റെ സഹായവും ആലോചനയും ചോദിക്കുക.